ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളത് മലയാള സിനിമയുടെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്തിൽ നമ്മൾ മലയാള സിനിമയും ദേശീയ അവാർഡും എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഇപ്പോൾ ദേശീയ അവാർഡ് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് മികച്ച നടന്മാരാദ്യം പറയണം. വളരെ ചുരുങ്ങിയ നടന്മാർക്ക് മാത്രമേ നമുക്ക് ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. ആദ്യം പറഞ്ഞത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ദേശീയ അവാർഡ് നേടിയ നായകൻ എന്ന് പറയുന്നത് PJ ആൻ്റണിയാണ്. അത് സിനിമ നിർമാല്യം 1973 ഇത് സിനിമ പുറത്തിറങ്ങിയത്. അപ്പോൾ 1973 നിർമാല്യം എന്ന സിനിമയിൽ PJ ആൻ്റണിക്കാണ് ആദ്യമായി മലയാളത്തിലെ ആദ്യത്തെ മികച്ച നടൻ എന്ന ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഗോപി, ഭരത് ഗോപി എന്നറിയപ്പെടുന്ന ഗോപി. ഇത് കൊടിയേറ്റം എന്ന സിനിമയാണ്. ഇത് 1977. മറ്റൊരാൾ ബാലൻ K നായർ, ഓപ്പോൾ എന്ന സിനിമയിൽ ബാലൻ K നായരാണ് മൂന്നാമതായിട്ട് മലയാള സിനിമയിൽ നിന്നും ദേശീയ അവാർഡ് നേടിയ ഒരു വ്യക്തി. 1980 ബാലൻ K നായർക്ക് അവാർഡ് ലഭിച്ചത്. നാലാമത് പ്രേംജി. ഇത് പിറവി, ഷാജി N കരുടൻ്റെ പിറവി എന്ന ചിത്രമാണ് 1988 പ്രേംജി. മറ്റൊരാൾ 1980 തൊട്ടടുത്ത വർഷം 89 മതിലുകൾ ഒരു വടക്കം വീരകഥ എന്ന സിനിമയിൽ നിന്ന് മമ്മൂട്ടിക്കാണ് അടുത്ത അവാർഡ് ലഭിച്ചിരിക്കുന്നത്. തൊട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഭരതം എന്ന സിനിമയിലേക്ക് 1991 മോഹൻലാലിനും ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. വീണ്ടും 2 വർഷം കഴിയുമ്പോൾ 93 മമ്മൂട്ടി പൊന്തന്മാട, വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി മമ്മൂട്ടിക്ക് വീണ്ടും ബെസ്റ്റ് ആക്ടർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് കൂടെയായി മമ്മൂട്ടിക്ക്. ആദ്യ ഒരെണ്ണം 89 മതിലുകൾ വടക്കം വീരഗാഥ എന്ന സിനിമയിൽ നിന്നും, രണ്ടാമത് 93 പൊന്തന്മാട, വിധേയൻ എന്ന സിനിമയിൽ നിന്ന് മമ്മൂട്ടിക്ക് വീണ്ടും ലഭിക്കുകയുണ്ടായി. 97 2 പേർക്കാണ് ലഭിച്ചത്, 2 മലയാളികൾക്കാണ്. 97 ബാലചന്ദ്ര മേനോനും സുരേഷ് ഗോപിക്കും. സമാന്തരങ്ങൾ എന്ന സിനിമയ്ക്ക് ബാലചന്ദ്ര മേനോനും, കളിയാട്ടം എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിക്കുമാണ് മികച്ച നടനുള്ള അവാർഡ്, ദേശീയ അവാർഡ് പങ്കിട്ടത്. രണ്ടുപേരും മലയാളികളാണ്, ഓർത്തു വയ്ക്കുക. വീണ്ടും മമ്മൂട്ടിക്ക് മൂന്നാമതായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിനാണ്. ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പം മമ്മൂട്ടിക്ക് മൂന്നാമത് നാഷണൽ അവാർഡ് കിട്ടിയത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയിലൂടെയാണ്. അത് 98 ഇനി മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയിരിക്കുന്നത് മോഹൻലാലിനാണ്. മോഹൻലാലിന് രണ്ടാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് വാനപ്രസ്ഥം എന്ന സിനിമയിലാണ് 99. അപ്പോൾ മോഹൻലാലിന് 2 മമ്മൂട്ടിക്ക് 3. മറ്റൊന്ന് 2001 മുരളിയാണ്. നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിന് വേണ്ടി മുരളിക്ക് 2001 ബെസ്റ്റ് ആക്ടർ ലഭിച്ചിരുന്നു. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ 2010 സലിംകുമാറിനും ലഭിച്ചിരുന്നു. പേരറിയാത്തവർ എന്ന സിനിമയ്ക്ക് വേണ്ടി 2013 സുരാജ് വെഞ്ഞാറമൂടിനും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അവസാനമായിട്ട് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് സുരാജ് വെഞ്ഞാറമൂടിനാണ് മലയാളത്തിൽ നിന്നും. 2013 പേരറിയാത്തവർ എന്ന ഡോക്ടർ ബിജുവിൻ്റെ സിനിമയാണ്. മികച്ച നടിമാരിലേക്ക് വരുമ്പോഴും ആ ലിസ്റ്റ് വളരെ ചെറുതാണ്. 2 പ്രാവശ്യം മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ശാരദയ്ക്കാണ്. 1968 തുലാഭാരം എന്ന സിനിമയിലും 1972 സ്വയംവരം എന്ന സിനിമയ്ക്കും ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മോനിഷ ഉണ്ണിക്ക് നഖശതങ്ങൾ എന്ന സിനിമയിൽ 1986 മോനിഷ ഉണ്ണിക്ക് അവാർഡ് ലഭിക്കുന്നത്. മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മോനിഷ ഉണ്ണിയാണ്. ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ 14 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക്. 93 മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ശോഭനയ്ക്ക് ഒരു അവാർഡും കൂടെ ഉണ്ട്, അത് പക്ഷേ മറ്റൊരു ലാംഗ്വേജിലാണ്. അപ്പോൾ മലയാളത്തിൽ ശോഭനയ്ക്ക് അവാർഡ് ലഭിച്ചത് 93. മറ്റൊരാൾ 2003 മീര ജാസ്മിനാണ്. പാഠം 1 ഒരു വിലാപം, TV ചന്ദ്രൻ്റെ സിനിമയായിട്ടുള്ള പാഠം 1 ഒരു വിലാപം എന്ന സിനിമയിലാണ് 2003 മീര ജാസ്മിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരാൾ 2016 മിന്നാമിനുങ്ങ് എന്ന സിനിമയിൽ വേണ്ടി സുരഭി ലക്ഷ്മിക്ക് ഈ ബെസ്റ്റ് ആക്ട്രസ് ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ലാംഗ്വേജുകളിൽ പോയി അഭിനയിച്ച് ദേശീയ അവാർഡ് ലഭിച്ച നടിമാരുണ്ട്. ഒന്ന് ശോഭന, മിത്ര മൈ ഫ്രണ്ട് എന്ന സിനിമയിൽ 2001 ശോഭനയ്ക്ക് വീണ്ടും ലഭിക്കുകയുണ്ടായി. കീർത്തി സുരേഷിന് തെലുങ്കിൽ മഹാനടി എന്ന സിനിമയിൽ 2018 അതിൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. അപർണ ബാലമുരളിക്ക് തമിഴിലെ സൂര്യ റിപ്പോർട്ടർ എന്ന സിനിമയിൽ 2020 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നടന്മാരും നടിമാരും. ഇനി മികച്ച ചിത്രങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. നമുക്ക് ദേശീയ അവാർഡ് ലഭിച്ച ഒരുപാട് സിനിമകളുണ്ട്, ഒന്ന് ഓർത്ത് വയ്ക്കുക. അവസാനം പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് പറയാം. ചെമ്മീൻ 1965 രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന സിനിമയ്ക്കാണ് ആദ്യമായിട്ട് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള ചിത്രം. അപ്പോൾ ചെമ്മീനാണ് രാമു കാര്യായിട്ട് സംവിധാനം ചെയ്തിരുന്നു 1965.
രണ്ടാമത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന സിനിമ 1972. MT വാസുദേവൻ നായർക്ക് 1973 നിർമ്മാല്യം. നേരത്തെ പറഞ്ഞിരുന്നു PJ ആൻ്റണിക്ക് അവാർഡ് ലഭിച്ച സിനിമയാണ് നിർമ്മാല്യം. അപ്പോൾ MT വാസുദേവൻ നായർ 1973 സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന ചിത്രം മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. 1985 G. അരവിന്ദൻ്റെ ചിദംബരം മികച്ച ചിത്രത്തിലുള്ള അവാർഡ് ലഭിച്ചു. 85 ചിദംബരം. മറ്റൊന്ന് ഷാജി N. കരുണിൻ്റെ 1988 പിറവി. നേരത്തെ പറഞ്ഞു പ്രേംജിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച പിറവിയാണ് അതേ വർഷം തന്നെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ മറ്റൊരു സിനിമയുണ്ട് 95 കഥാപുരുഷൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടാമത്തെ സിനിമ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ സിനിമ കഥാപുരുഷൻ 95. ഓക്കെ. മറ്റൊന്ന് ഷാജി N. കരുണിൻ്റെ 99 വാനപ്രസ്ഥം. അപ്പോൾ ഷാജി N. കരുണിൻ്റെ രണ്ടാമത്തെ സിനിമ വീണ്ടുമായി വാനപ്രസ്ഥം മോഹൻലാലിന് അവാർഡ് ലഭിച്ച പടമാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചു 99. മറ്റൊരു സിനിമ ജയരാജിൻ്റെ ശാന്തം. അത് 2000 മികച്ച ചിത്രത്തിലുള്ള അവാർഡ് ലഭിച്ചത്. പ്രിയനന്ദനൻ്റെ 2006 പുലിജന്മം എന്ന സിനിമയ്ക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് മുരളിയാണ് നായകൻ. ഷാജി N. കരുണിൻ്റെ തന്നെ മൂന്നാം സിനിമ വരുന്നു കുട്ടിസ്രാങ്ക്. മമ്മൂട്ടി നായകനായ കുട്ടിസ്രാങ്ക് എന്ന സിനിമ 2009 മികച്ച ചിത്ര അവാർഡ് ലഭിച്ചത്. സലിം അഹമ്മദിൻ്റെ 2010 ആദാമിൻ്റെ മകൻ അബൂന്. ഇതിന് സലിംകുമാറിന് അവാർഡ് കിട്ടി. സംവിധായകൻ്റെ പേര് സലിം അഹമ്മദ് എന്നാണ്. ആ സിനിമയും മികച്ച ചിത്രമായിരുന്നു. 2019 പ്രിയദർശൻ്റെ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രം മോഹൻലാലിൻ്റെ വലിയ സിനിമയായിരുന്നു. അത് 2019 ഇറങ്ങി. അത് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്ന സിനിമയാണ് 2023 മലയാള സിനിമയ്ക്ക് അവാർഡ് കൊണ്ടുവന്ന മറ്റൊരു ചിത്രം. ഓക്കെ. അപ്പം അത്രയാണ് നായകനും നായികയും മികച്ച ചിത്രമായി. ഇനി സംവിധായകരിലേക്ക് പോകാം. അതും വളരെ വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. ആദ്യമേ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ 1972 സ്വയംവരം. G. അരവിന്ദൻ 2 പ്രാവശ്യം തുടർച്ചയായി 2 പ്രാവശ്യമാണ് കാഞ്ചനസീതയ്ക്കും തമ്പും. കാഞ്ചനസീത 77 തമ്പ് 78. ഇപ്പോൾ G. അരവിന്ദൻ്റെ 2 സിനിമയായി. വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ വരുന്നു. മുഖാമുഖം എന്ന ചിത്രം 1984. വീണ്ടും അരവിന്ദൻ വരുന്നു 86 ഒരിടത്ത്. അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ 2 G. അരവിന്ദൻ 3. വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ വരുന്നു അനന്തരം 87. അപ്പം നോക്കി ആദ്യത്തിൽ 6 ലിസ്റ്റിൽ 3 അടൂർ ഗോപാലകൃഷ്ണനും 3 അരവിന്ദനുമാണ്. സിനിമകൾ ഓർത്ത് വെച്ചേക്കുക. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം, അതുപോലെ മുഖാമുഖം, അതുപോലെ അനന്തരം എന്നിവരായി. അരവിന്ദൻ്റെ കാഞ്ചനസീത, തമ്പ്, ഒരിടത്ത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വീണ്ടും വരുന്നു ഷാജി N. കരുണിൻ്റെ പിറവി 1988. നാലാമതായി വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ വരുന്നു മതിലുകൾ എന്ന സിനിമയിൽ. മമ്മൂട്ടിയുടെ മതിലുകൾ എന്ന സിനിമയിൽ 1989 മികച്ച സംവിധായകനുള്ള അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ 4ാമതും സ്വന്തമാക്കി. 5ാമത് സ്വന്തമാക്കി 2007 4 പെണ്ണുങ്ങളാണ്. അപ്പോൾ 5 പ്രാവശ്യം മികച്ച സംവിധാന അവാർഡ് ലഭിച്ച ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യവും ഈ അവാർഡ് ലഭിച്ചതും അടൂർ ഗോപാലകൃഷ്ണനാണ്. മറ്റൊരാൾ TV ചന്ദ്രനാണ്. പൊന്തന്മാട എന്ന സിനിമയിൽ. നേരത്തെ പറഞ്ഞു മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ച സിനിമയാണ് പൊന്തന്മാട. അപ്പോൾ പൊന്തന്മാട എന്ന സിനിമ സംവിധാനം ചെയ്ത TV ചന്ദ്രന് അവാർഡ് ലഭിക്കുകയുണ്ടായി. കളിയാട്ടം 97 കളിയാട്ടത്തിൽ ജയരാജനും അവാർഡ് ലഭിക്കുകയുണ്ടായി. ജയരാജന് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. 97 പിന്നെ 20 വർഷം കഴിഞ്ഞ് 2017 ഭയാനകം എന്ന സിനിമയിലൂടെ. അപ്പോൾ ജയരാജന് 97 കളിയാട്ടം, 2017 ഭയാനകം. മറ്റൊരാൾ ജനനി എന്ന സിനിമയിലൂടെ രാജീവ് നാഥ് 98 മികച്ച സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കി. മറ്റൊരാൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യവും ജയരാജൻ്റെ കാര്യം പറഞ്ഞു. ലാസ്റ്റ് വരുന്നത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ 2020 KR സച്ചിദാനന്ദൻ, സച്ചി എന്നറിയപ്പെടുന്ന KR സച്ചിദാനന്ദനാണ് അയ്യപ്പനും കോശിയും സിനിമയ്ക്ക് വേണ്ടി മികച്ച സംവിധായകനുള്ള അവാർഡ് 2020 കരസ്ഥമാക്കിയത്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസും കൂടെ വരാം, നമുക്ക് പറയാം. 71ാമത് 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുത്തത് വിജയരാഘവനെയാണ്. ചിത്രം പൂക്കാലം. മികച്ച സഹനടി ഉർവശി, ഉള്ളൊഴുക്ക് എന്ന ചലച്ചിത്രത്തിന് വേണ്ടി ഉർവശിക്ക്. അപ്പം മികച്ച സഹനടൻ വിജയരാഘവനായിരുന്നു, സഹനടി ഉർവശിയായിരുന്നു. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കായിരുന്നു. ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് എന്ന സിനിമയായിരുന്നു മികച്ച മലയാള ചിത്രമായിരുന്നത്. പിന്നെ നീലക്കുയിൽ എന്ന സിനിമയെക്കുറിച്ച്, മലയാള സിനിമാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സിനിമയാണ് നീലക്കുയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രം നീലക്കുയിലാണ്. അപ്പോൾ സ്വർണ്ണ മെഡൽ നേടിയതാണ് ചെമ്മീനാണ്. അപ്പം വെള്ളി മെഡൽ നേടിയത് നീലക്കുയിലാണ്. 1954 ചിത്രമാണ് നീലക്കുയിൽ. ഇതിൻ്റെ കഥ രചിച്ചത് പ്രശസ്ത സാഹിത്യകാരനായിരുന്ന ഉറൂബാണ് നീലക്കുയിലിൻ്റെ കഥ രചിച്ചത്. ഇത് സംവിധാനം ചെയ്തത് P. ഭാസ്കരനും രാമു കാര്യട്ടനും ചേർന്നാണ് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഇനി ആദ്യത്തെ ദേശീയ അവാർഡ് നോക്കുമ്പോൾ ആദ്യമായിട്ട് ദേശീയ അവാർഡ് നേടിയ സിനിമ എന്ന് വെച്ചാൽ ചെമ്മീനാണ്. 1965
ആദ്യ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ 72, നടൻ PJ ആൻ്റണിയാണ് നിർമ്മാല്യം 73, നടി ശാരദ തുലാഭാരം 68. തിരക്കഥയ്ക്ക് ആദ്യമായിട്ട് മേടിച്ചത് എസ്.എൽ. പുരം സദാനന്ദനാണ്. അത് അഗ്നിപുത്രി എന്ന സിനിമയിലാണ് 1967. ഛായാഗ്രഹം ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ മങ്കട രവിവർമ്മ. അത് നേരത്തെ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ സ്വയംവരം എന്ന സിനിമയിലാണ്. അപ്പോൾ സ്വയംവരം ഇപ്പം ഒരുപാട് അവാർഡുകളായി. അടൂർ ഗോപാലകൃഷ്ണൻ്റെ മികച്ച സംവിധായകനായി, അതുപോലെ മികച്ച നായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് ശാരദയ്ക്ക് ഛായാഗ്രാഹനുള്ള അവാർഡായി നമ്മുടെ മങ്കട രവിവർമ്മ ലഭിച്ചിരുന്നു സ്വയംവരത്തിലൂടെ. ഇനി ആദ്യമായി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് യേശുദാസിനാണ് 1972. ഗായിക 80 എസ് ജാനകി അമ്മയ്ക്കാണ് ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. ഗാനരചയിതാവ് വയലാർ രാമവർമ്മ 1972. അച്ഛനും ബാപ്പയും. അത് പാട്ട് എന്ന് പറയുന്നത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനമാണ് ആദ്യമായിട്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഗാനരചനയുള്ള അവാർഡ് കൊണ്ടുവന്നത്. ശബ്ദലേഖകൻ എന്ന് പറയുന്നത് P. ദേവദാസാണ്. ഓക്കെ. ബാലതാരം ആദ്യമായിട്ട് ഈ പറഞ്ഞ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ദേശീയ അവാർഡ് ഉള്ളത് ബാലതാരം മാസ്റ്റർ അരവിന്ദ്. അത് ഓപ്പോൾ. നേരത്തെ പറഞ്ഞിരുന്നു ബാലൻ നായർക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച ഓപ്പോൾ എന്ന 1980 പുറത്തിറങ്ങിയ സിനിമയിൽ തന്നെയാണ് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും മലയാളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചത്. മറ്റൊരു മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ചെമ്മീൻ. രാഷ്ട്രപതിയുടെ സ്വർണ്ണകമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രമാണ് ചെമ്മീൻ. ഓക്കെ. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമ കൂടിയാണ്. ആദ്യമായിട്ട് സ്വർണ്ണകമലം കൊണ്ടുവന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ചിത്രം കൂടിയാണ് ചെമ്മീൻ. ഇത് രചിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലാണ്. ചെമ്മീൻ എന്ന നോവലിൽ നിന്നാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ചെമ്മീൻ നോവൽ പുറത്തിറങ്ങിയത് 1956-ലും സിനിമ റിലീസ് ചെയ്തത് 65-ലുമാണ്. ഒക്കെ തിരിച്ചും മറിച്ചും പഠിച്ചാൽ മതി. അപ്പോൾ 1956-ൽ ചെമ്മീൻ എന്ന നോവൽ പുറത്തിറക്കി. തകഴി ശിവശങ്കരപ്പിള്ളയാണ് എഴുതിയത്. 65-ലാണ് ചെമ്മീൻ എന്ന സിനിമ റിലീസ് ചെയ്തത്. രാമു കാര്യായിട്ടായിരുന്നു സംവിധാനം. നിർമ്മാതാവ് ബാബു ഇസ്മായിൽ, അല്ലെങ്കിൽ ബാബു സേട്ട് എന്നറിയപ്പെടുന്ന ബാബു ഇസ്മായിലാണ് നിർമ്മാതാവ്. എസ്.എൽ. പുരം സദാനന്ദനാണ് തിരക്കഥാകൃത്ത്. മാർസ് ബെട്ട്ലി എന്ന ഒരു ബ്രിട്ടീഷ് ഒരു ക്യാമറാമാനായിരുന്നു ഇതിൻ്റെ ഛായാഗ്രഹണം. ഇത് ചിത്രീകരിച്ച കടപ്പുറം കൂടി ഓർത്തു വെച്ചേക്ക്. ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് എന്ന കടപ്പുറത്താണ് ചെമ്മീൻ സിനിമ ചിത്രീകരിച്ചത്. നായകനെ അറിയാമല്ലോ. നായകൻ മധു ആണ്. നായിക ഷീല, പിന്നെ മറ്റേ നമ്മുടെ സത്യൻ മാഷ്, അതുപോലെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭവാനി, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചൊരു ചിത്രമാണ്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒരു സിനിമയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് കാര്യം കൂടി പറയാം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടനാണ് PJ ആൻ്റണിയാണ്. ഏത് സിനിമ? നിർമ്മാല്യം. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനെ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ സ്ഥാനം തേടിയ നടൻ പ്രേം നസീറാണ്. അപ്പോൾ ഗിന്നസ് ബുക്കിൽ പേരുള്ള നടന്മാരുടെ കാര്യം പറയുമ്പോൾ പ്രേം നസീറാണ്. അത് ഒരു കാര്യം മാത്രമല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചത് പ്രേം നസീറാണ്. ഏകദേശം 600-ലധികം സിനിമകളുണ്ടെന്ന കണക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരേ സംവിധായകനും ഒരേ നായകനുമായിട്ട് അഭിനയിച്ചത്, ഒരേ സംവിധായകന് കീഴിൽ ഏറ്റവും കൂടുതൽ നായകൻ അഭിനയിച്ച സിനിമ ആളും ഈ പ്രേം നസീറിനാണ്. അത് ശശികുമാർ എന്ന് പറയുന്ന സംവിധായകനുമായി ചേർന്ന് ഏകദേശം 100-ലധികം സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരേ നായികയും നായകനുമായിട്ട് അഭിനയിച്ചതും പ്രേം നസീറും ഷീലയുമാണ്. അപ്പോൾ അങ്ങനെ 3 സ്ഥാനത്ത് ഗിന്നസ് ബുക്കിൽ പേര് വന്ന ആളാണ് പ്രേം നസീർ. മലയാള സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ ഒരാളാണ് പ്രേം നസീർ എന്ന് പറയുന്നത്. ഇനി മലയാള സിനിമയിലെ ആദ്യത്തെ നായിക എന്ന് പറയുന്നത് വിഗതകുമാരിലെ PK റോസിയാണ് ആദ്യത്തെ നായിക. പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. അപ്പോൾ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്നതും തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. ജീവിത നൗക സിനിമയിലൂടെയാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പത്മശ്രീ നേടിയതും തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. മലയാളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ഓർത്തു വയ്ക്കണം. ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ആണ് മേജർ ഫിലിം സ്റ്റുഡിയോ ഉള്ളത്. ഈ കുഞ്ചാക്കോ ബോബൻ്റെയൊക്കെ കുടുംബത്തിൽ വരുന്നതാണ്. അത് സ്ഥാപിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറായ കുഞ്ചാക്കോ തന്നെയാണ് അത് സ്ഥാപിച്ചത്. 1947-ലാണ് ഈ കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ വരുന്നത്. രണ്ടാമത്തെ സിനിമ സ്റ്റുഡിയോ വരുന്നത് തിരുവനന്തപുരത്തെ മെരിലാൻഡാണ്. അപ്പം രണ്ടാമത്തെ സിനിമ സ്റ്റുഡിയോ തിരുവനന്തപുരം ജില്ലയിലെ മെരിലാൻഡാണ് സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. അപ്പം മാറിപ്പോരുത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി വരുന്നത് ചിത്രലേഖയും രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ വരുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. ഇത് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉള്ളത്. അത് 1980-ലാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. അപ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റുഡിയോ, ഇൻഡോർ സ്റ്റുഡിയോ ആണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അത് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ഇൻഡോർ സ്റ്റുഡിയോ കൂടിയാണ്. ഇനി വിഗതകുമാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സാണ് വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം നടന്നത്. അപ്പോൾ ഇത്രയാണ് മലയാള സിനിമയുടെ ചരിത്രം നമുക്ക് അറിയേണ്ടത്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എല്ലാം ഈ 6 ഭാഗങ്ങളിലൂടെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക, വീണ്ടും പലപ്പോഴും കാണുക.
ഓക്കെ, താങ്ക് യു.